എവരിവൺ, എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. ഇന്നൊരു നൈറ്റ് വ്ളോഗാണ്, നമ്മളെ ഡെയിലി വ്ളോഗിൻ്റെ 3-ാമത്തെ ദിവസം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നുള്ളത് കണ്ണൂർ പോലീസ് മൈതാനിയിലേക്കാണ്. അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, സ്നോ ലാൻഡ് എക്സ്പോ. ഈ മഞ്ഞുകാലത്തിൻ്റെ ആ ഒരു തീമിൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പോ ആണ്. കുറേ ദിവസമായി നമ്മൾ ഈ ടൗണിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ ഈ എക്സ്പോ. അതുകൊണ്ട് ഗൗരി കുറേ ദിവസമായി പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഈ മാളിലെല്ലാം ഇങ്ങനെ സ്നോ ലാൻഡ് പോലത്തെ ഈ സ്നോൻ്റെ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ ഇല്ലേ. അപ്പോൾ നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ തന്നെ ഗൗരി എപ്പോഴും പറയും മഞ്ഞുകാലത്തേക്ക് പോകണം എന്ന്. പക്ഷെ നമുക്ക് ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെല്ലാം ഉണ്ട് എന്നിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്കെല്ലാം പോകണം എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവളെ ഗൗരീൻ്റെ ഈ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ അകത്ത് കയറിയിട്ടാകുമ്പം ഇങ്ങനെ സ്നോൻ്റെ ആ ഒരു മോഡലിൽ പഞ്ഞിയും തെർമോക്കോളും മെയിനായിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു സ്നോൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നല്ല കൂളറിൻ്റെ ആണെന്ന് തോന്നുന്നു, നല്ല തണുപ്പും ഇതിലേക്ക് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത്. വലിയവർക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമുക്കിത് പിന്നെ പഞ്ഞിയായതുകൊണ്ടും പിന്നെ തെർമോക്കളായതുകൊണ്ടും പിന്നെ ആ ഒരു തണുപ്പും കൂടി കിട്ടുന്നതുകൊണ്ട് ഒരു ഫീൽ കിട്ടുന്നതെന്നല്ലാതെ വേറെ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കാണാനൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോരു എന്താ പറയുക മോഡൽസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഫോട്ടോ എടുക്കുക. അത് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞുകൊണ്ടിൽ ഇങ്ങനെ ഇഗ്ലൂവും പിന്നെ ഈ സ്നോമാനും പിന്നെ എന്തെന്ന് കുറേ ഇതൊക്കെ ഉണ്ടായത്. അതുപോലത്തെ മഞ്ഞ് കരടിയും ഹിമക്കരടി എന്താ അതിന് പറയില്ല, അതും പെൻഗ്വിനും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഗൗരി ഇടയ്ക്കിടയ്ക്ക് കാല് നോക്കുന്നത് എന്താ വെച്ചാൽ ഈ തെർമോക്കോൾ ഇങ്ങനെ ചെറിയ മണി ബോൾസ് പോലെയുള്ള തെർമോക്കോളില്ലേ, അതായില്ലത്. അതിങ്ങനെ ചെരുപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുമ്പോൾ കയറിക്കൊണ്ടിരിക്കും. എല്ലാവരും മെയിനായിട്ട് കുട്ടികളെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഫോട്ടോ എടുക്കുക, അത് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നില്ല കേട്ടോ. പക്ഷെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാണ്. ഇങ്ങനത്തെ ഒരു എക്സ്പോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഫിഷിൻ്റെതും പിന്നെ പൂക്കളയും അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക്, ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഗൗരിയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഓരോടുത്ത് നിന്നിട്ട് എല്ലാം കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചോ ആ തൊട്ടാ മതി മുഖത്ത് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഗൗരി ഇങ്ങോട്ട് നോക്ക്. നമ്മൾ പോയി ഈ ദിവസം ഭയങ്കര തിരക്ക് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിറങ്ങുമല്ലോ. ഇന്നിപ്പോൾ ഒരുപാട് അധികം തന്നെ ഫോട്ടോസ് എടുക്കാനും പിന്നെ ഗൗരിക്ക് ഇഷ്ടംപോലെ സമയം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് രാത്രി 11 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ സമയത്തിൻ്റെയും പരിമിതിയൊന്നുമില്ല. നമ്മളൊരു 7 മണിക്കെല്ലാം പോയി കഴിഞ്ഞാൽ ലാവിഷായിട്ട് അതിൻ്റെ അത് ഇരിക്കാനുള്ള സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഒരു ഫാമിലി ആയിട്ടെല്ലാം പോകുന്നുണ്ടെങ്കിൽ, നല്ല കുട്ടികളെയും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇതുവഴിയാണ് എക്സിറ്റ്. ഇത് വേറെ ഏതെങ്കിലും വഴി ഒരു എക്സിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ പോകുമായിരുന്നു. കാരണം ഇങ്ങോട്ട് ഈ ഒരൊറ്റ എക്സിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കടേൻ്റെ കുറേ കടകൾ ഉണ്ടാവില്ലേ, അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ പിന്നെ എന്തായാലും എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടാവും ഗൗരിക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലത്തെ ഇങ്ങനെ കിച്ചൺ ഐറ്റംസും അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഐറ്റംസെല്ലാം ഉള്ള ഒരു ഷോപ്പ് ഉണ്ടല്ലോ, വെറുതെ കറങ്ങുന്നതാണ് കേട്ടോ. ഇങ്ങനെ എല്ലായ്പ്പോഴും എല്ലാ സാധനവും വാങ്ങിക്കില്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു നമ്മൾ ദോശയെല്ലാം ചുടുമ്പോൾ ഇങ്ങനെ എണ്ണ പരട്ടൂല്ലേ, ആ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ഒന്നും ഞാനങ്ങനെ വാങ്ങിക്കില്ല. പിന്നെ ബുക്സ് ഉണ്ടെങ്കിൽ വാങ്ങിക്കും. ഇവിടുന്ന് ഒരു ബുക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ധനിഷേട്ടൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ധനിഷേട്ടൻ്റെ മാത്രമല്ല എൻ്റെ അതെ, ഈ പുളിമുട്ടായി എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെയൊക്കെ ഉണ്ടായാലും വാങ്ങിക്കും. ഒരുപാട് വാങ്ങിക്കില്ല, ഒരു പാക്കറ്റ് എന്തായാലും വാങ്ങിക്കും. അത് പിന്നെ വേറെ എവിടെയും കടയിൽ കിട്ടില്ലല്ലോ, ഇതുപോലത്തെ മേളയിലും അതുപോലത്തെ അടുത്തല്ലേ കിട്ടൂ. അപ്പോൾ അവിടുന്ന് അതും മേടിച്ചിട്ട് പിന്നെ ഇത് ഈ പെൻസില്, അതായത് സാധാരണ പെൻസിലല്ല, ഇതുപോലത്തെ ഫാൻസി പെൻസിൽ പോലത്തെ ഉണ്ടാകുന്നില്ലേ, വെറൈറ്റി പെൻസിൽ, അത് ഈ പൗച്ച് അതുപോലത്തെ കടയിലേക്ക് ഗൗരി ഓട്ടോമാറ്റിക്കലി കയറിപ്പോവും. ഞങ്ങൾ ബാക്കിൽ ഉണ്ടോയെന്നൊന്നും നോക്കൂല കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു പൗച്ചും ഒരു പെൻസിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്വന്തം കമ്മലിൻ്റെയും ഫാൻസിൻ്റെയും കടയാണ്. ഇത് കമ്മൽ മാത്രമല്ല കടയാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ 2-3 ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഫാൻസി കമ്മലൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വാങ്ങിച്ചു വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അത് ഈ ഒരു മോതിരത്തിൻ്റെ കടയിലേക്ക് ഗൗരി ഞങ്ങളെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അവിടെ പേരെഴുതിയിട്ട് മോതിരം കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിക്കൊരാഗ്രഹം എൻ്റെയും കൂടി പേരെഴുതിയിട്ട് ഒരു മോതിരം വാങ്ങിച്ചു തരുമോ അമ്മയെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഗൗരിന്ന് പേരെഴുതിയിട്ട് ഒരു മോതിരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് പോപ്കോണിൻ്റെ കട കൊണ്ടു ഗൗരിക്ക് വാങ്ങിച്ചു കൊടുത്തു. അതേതാ ചീസാ?
നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചായയും മുളക് ബജിയും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മുളക് ബജി ഉണ്ടായില്ല. അതുകൊണ്ട് കോളിഫ്ലവർ രണ്ടാൾക്കും ഓരോരോ പ്ലേറ്റ് കോളിഫ്ലവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊടല്ലേ എനിക്ക് അന്ന് ഈ കോളിഫ്ലവറിലോട്ട് ആ സോസ് ഒഴിക്കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊന്ന് കേൾക്കാത്തതാണോ അത് മറന്നതാണോ എന്നറിയില്ല. സോസ് നന്നായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പകുതി കഴിച്ചിട്ട് കളയുക ചെയ്തത്. പിന്നെ നമ്മളവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗൗരിക്ക് ഏതെങ്കിലും റൈഡിൽ കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കയറിക്കോന്ന് ഞാൻ ആവുന്നതും പറഞ്ഞതാണ്. പക്ഷേ ഓക്കെ ഇതൊന്നും വേണ്ട. എന്നിട്ട് കണ്ടോ ഈ ഒരു എന്താ പറയുക തൊട്ടിലാട്ടെന്നോ തോണിയെന്നോ ഒന്ന് വേണമെങ്കിൽ പറയാം, അതിലാട്ടോ കയറിയത്. ഇതിലൊന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയിലോട്ട്. ഇനി ജീവിതത്തിൽ ഞാനിതിൽ കയറൂല. അത്രയും ഒട്ടും സേഫ്റ്റി ഇല്ല അതിന്. പിന്നെ നമ്മൾ കയറിയത് തന്നെ തെറ്റെന്ന് പിന്നെ നമുക്ക് തോന്നിയിട്ടോ. കാരണം ഒട്ടും സേഫ്റ്റി ഇല്ലാത്തതിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് കയറിയിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ മറിഞ്ഞ് വീഴുന്ന പോലെ തോന്നി. നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പാക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടതുപോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 10 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ട എല്ലാ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.